അവരൊക്കെ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? മണ്ണിമേടെ മുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ? വലിയ വലിയ മണിമാളികളിൽ ഉല്ലസിച്ചിരുന്ന വലിയ വലിയ രാജാക്കന്മാരായി ലോകത്ത് വാഴ്ന്നിരുന്ന പലരും ആറടി മണ്ണിന്റെ ചുവട്ടിലായി പോയില്ലേ? അതിൽ ചിന്തിക്കുന്നില്ലയോ? കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ? മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ? സഹോദരങ്ങളെ, പള്ളിക്കാട് കണ്ടിട്ടില്ലയോ? പള്ളിക്കാട്ടിലേക്ക് നമ്മൾ പോകാറില്ലയോ? ആ പള്ളിക്കാട്ടിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ കാണുന്ന ഖബറിന്റെ പുറത്ത് മുളച്ചു പൊന്തിയ പുല്ലുകൾ കാണുന്നില്ലേ നിങ്ങളോ? ചെടികൾ കാണുന്നില്ലയോ നിങ്ങളോ? അതേ വലിയ വലിയ കാടുകൾ കാണുന്നില്ലയോ നിങ്ങളോ? ആ കാടുകളും പുല്ലുകളും കന്നുകാലികൾ ഭക്ഷിക്കുന്നത് ദൃഷ്ടിയിൽ പെടുന്നില്ലടാ. എന്തേ നീ ചിന്തിക്കാത്തതോ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും പോയി കിടക്കേണ്ട വീടാണ് ഖബറെന്നോ? ഖബറിന്റെ മുകളിൽ അതേ മുളച്ചു പൊന്തിയ പുല്ലുകളും ചെടികളും അതേ കന്നുകാലികൾ ഭക്ഷിക്കുമ്പോ ഖബറിന്റെ ഉള്ളിലുള്ള രംഗമെന്നാണ് ചിന്തിക്കണ്ടേ ഉമ്മമാരെ? ഇത് വെറുതെ രസത്തിന് വേണ്ടി സഹജ സഖാഫി പറയുകയാണോ? അല്ല അല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ പോയി കിടക്കേണ്ട വീടാണ് മുഅ്മിനീങ്ങളെ ഖബറോ. ഖബറാകുന്ന കല്ലറയില് നമ്മൾ പോയി കിടക്കേണ്ടവരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം ബാളവാ സുബ്ഹാനാ. റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാനാ. മക്കളെ, ഖബറാകുന്ന കല്ലറയിലേക്ക് നമ്മുടെ ഉമ്മാമയെ നമ്മൾ പോയി കിടത്തിയില്ലയോ? നമ്മുടെ ഉപ്പാനെ കിടത്തിയില്ലയോ? എന്നിട്ടോ എത്ര കാലമായി ഉമ്മയവിടെ കിടക്കുന്നു, ഉപ്പയവിടെ കിടക്കുന്നു. അവരുടെ അവസ്ഥ എന്തോ? സുബ്ഹാന ജല്ല ജലാലുഹു. മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയ്തിട്ടതാ. പുരാപൂരി ഇരുട്ടാണ് മക്കളെ ഖബറാവുന്ന കല്ലറ. അവിടെ വെളിച്ചമില്ല. അവിടെ നമുക്ക് വെളിച്ചമില്ല. ദോഷിയായ മനുഷ്യൻ ഖബറിലേക്ക് പോയി കിടക്കുമ്പോ അവിടെ രക്ഷയില്ല. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങളെ രക്ഷ